ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന MIUI വേർഷൻ എങ്ങനെ നമുക്ക് ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാതെ അല്ലെങ്കിൽ TWRP ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ കയ്യിലെ വേർഷൻ 12.5.6 ആണെന്നുണ്ടെങ്കിൽ അത് നേരെ നമ്മുടെ പോക്കോ X3 പ്രോയുടെ ബേസ് വേർഷൻ ആയിട്ടുള്ള 12.0.4 എന്ന് പറഞ്ഞ വേർഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് പോക്കോ X3 Pro ആണ് എൻ്റെ കയ്യിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൻ്റെ ബേസ് വേർഷൻ 12.0.4 എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഏത് MI ഡിവൈസും പോക്കോ M3 അങ്ങനെ എന്ത് പോക്കോ ഡിവൈസസ് ആയാലും അവർ തരുന്ന റോൾ ഔട്ട് ചെയ്യുന്ന MIUI വേർഷൻ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ വേർഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരിക്കലും ആൻഡ്രോയിഡ് 12 അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആൻഡ്രോയിഡ് 11 അപ്ഡേഷനിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അത് ഈ TWRP അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലേ സാധിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ എൻ്റെ പോക്കോ X3 പ്രോയിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് 13ലേക്ക് MIUI 13ലേക്ക് അപ്ഡേഷൻ വന്നിട്ടുണ്ട്, കാണാൻ സാധിക്കും. പുതിയ അപ്ഡേഷനാണ്. അപ്പോൾ ഈ അപ്ഡേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ ബ്രിക്കിംഗ് ആയി, അതായത് അവരുടെ സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആവുക, അതേപോലെ തന്നെ ഹാർഡ് ബ്രിക്ക് ചെയ്യുന്ന ഹാർഡ്വെയർ തന്നെ അതായത് അതിൻ്റെ മദർബോർഡ് അടിച്ച് പോവുക, അതുപോലെ തന്നെ ഫോൺ ഓൺ ആവാതിരിക്കുക. പലർക്കും പല ഇഷ്യൂസ് വന്നു. അവർ സർവീസ് സെൻറ്ററിൽ കാണിക്കുമ്പോൾ അവർക്ക് ചിപ്പിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ടേജ് കാരണം അവർ ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. ഈ സാധനം ശരിയാക്കി തരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 12.5.6 സ്റ്റേബിൾ വേർഷൻ ആണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ അപ്ഡേഷൻ ചെയ്യാതിരിക്കുക. പലർക്കും പുതിയ അപ്ഡേഷൻസ് ചെയ്യുമ്പോൾ ഇഷ്യൂസ് വരുന്നുണ്ട്. ബേസിക്കലി 12.5 ബേസിക്കലി 128 6GB ആ വേരിയൻറ്റിനാണ് കൂടുതൽ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന 12.5.6 സ്റ്റേബിൾ വേർഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറണ്ട, കാരണം 13ലേക്ക് മാറിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വേർഷൻ 12ലേക്കും മാറും. പിന്നെ നമുക്കൊരിക്കലും ഈ നമ്മുടെ ബേസ് വേർഷനായ നമുക്ക് പോക്കോ X3 Pro കിട്ടുമ്പോൾ ആദ്യം കിട്ടുന്നത് 12.0.4 വിത്ത് 11 ആൻഡ്രോയിഡ് 11 ആണ്. ഇപ്പോൾ ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിനി ആൻഡ്രോയിഡ് താഴേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും ഈ വഴി പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 12.5.6 ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ 13ലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ നിങ്ങൾ ഈ ഡൗൺഗ്രേഡിങ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പകുതി ബ്രിക്കിങ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്രോം ബ്രൗസറിൽ കയറിയിട്ട് ഈ ഷവോമി ഫേംവെയർ അപ്ഡേറ്റർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ, അവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്കിലേക്ക് പോകാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ MIUI ഒഫീഷ്യൽ റോംസ് ആർച്ചീവ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. ഇതിൽ MIUI ഇറക്കിയിരിക്കുന്ന എല്ലാ റോമുകളുടെയും ഫയൽസ് ഇതിലുണ്ട്. കണ്ടോ, 96 പേജസ് കൂടി ഇങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാ വേർഷൻസും ഇതിൽ അവൈലബിൾ ആണ്. നമുക്കിനി നോക്കാനുള്ളത് നമ്മുടെ വേർഷൻ, അതായത് നമ്മുടെ ഡിവൈസ് ഏതാണെന്നാണ്. അതായത് നമ്മൾ പോക്കോ X3 Pro, അതായത് എൻ്റെ ഡിവൈസ് പോക്കോ X3 Pro ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഡിവൈസ് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ പോക്കോ X3 Pro ആണ് കിടക്കുന്നത്. അതിൽ ഞാൻ എൻ്റെ വേർഷൻ, അതായത് പോക്കോ X3 Pro ഇന്ത്യൻ, അത് ബാക്കി റഷ്യ, ടർക്കി, ഇന്തോനേഷ്യ, അങ്ങനെ ഗ്ലോബൽ പല വേർഷൻസ് ഉണ്ട്. അതിൽ ഇപ്പോൾ റോൾ ഔട്ട് ചെയ്ത് കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 13 പോയിൻറ്റ് കണ്ടോ, MIUI 13 പോയിൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നതിൻ്റെ സ്റ്റേബിൾ, ബീറ്റ എല്ലാം, റിക്കവറി, ഫസ്റ്റ് റോം എല്ലാം വന്നിട്ടുണ്ട്. അതിൽ കണ്ടോ എല്ലാം ആൻഡ്രോയിഡ് 12 പോയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ 12ലേക്ക് മാറും. പിന്നെ നമുക്കൊരിക്കലും ഈ ഈസി ആയിട്ട് നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ബൂട്ട് ലോഡർ അൺലോക്ക് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മുടെ ഇപ്പോഴത്തെ വേർഷനായിട്ട് 12.5.6 എന്ന് പറഞ്ഞ വേർഷൻ എന്താ കണ്ടോ, 12.5.6 ഈ വേർഷൻ. അതിൽ പോക്കോ X3 Pro ഇന്ത്യ 2 എണ്ണം കാണാം. അതിൽ നമ്മൾ എടുക്കേണ്ടത് റിക്കവറിയാണ് എടുക്കേണ്ടത്. റിക്കവറി ഫാസ്റ്റ് ബൂട്ട് ഉണ്ട്, റിക്കവറി ഉണ്ട്. അതിൽ നമ്മൾ എപ്പോഴും റിക്കവറിയാണ് എടുക്കേണ്ടത്. അതിൽ 12.5.6 പിന്നെ ഈ കാണുന്ന നമ്പറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതായത് കാണാം, ഇവിടെ കാണാം MIUI സ്റ്റേബിൾ RJUINXM ഈ വേർഷൻ തന്നെയായിരിക്കും. നമുക്ക് ഇവിടെ നോക്കിയാലും കാണാൻ സാധിക്കാം RJUINXM കണ്ടോ. അതിൽ നമ്മൾ ഈ കാണുന്ന പോക്കോ X3 Pro ഇന്ത്യ സ്റ്റേബിൾ ഫാസ്റ്റ് ബൂട്ട്, അതിൽ നമുക്ക് കാണാൻ സാധിക്കും 3.3 GB ആണ് അതിൻ്റെ ഫാസ്റ്റ് ബൂട്ടിൽ. നമുക്ക് വേണ്ട റിക്കവറിയാണ് വേണ്ടത്. റിക്കവറി നമ്മൾ നേരെ 3 GB എടുക്കുക, അതിൽ നമ്മൾ ഡൗൺലോഡ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ കാണാൻ സാധിക്കും ഇങ്ങനൊരു ഓപ്ഷൻ MIUI 12.5.6 എന്ന് പറഞ്ഞിട്ട് അടിയിൽ പോകുമ്പോൾ നമുക്ക് ഫുൾ റോം ഡൗൺലോഡ് ചെയ്യാം. അതായത് റിക്കവറി ഫുൾ റോം ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫാസ്റ്റ് ബൂട്ട് ഫുൾ റോം ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് വേണ്ടത് റിക്കവറി ഫുൾ റോമാണ്. അതൊരു സിപ്പ് ഫയലായിട്ടാണ്. നമ്മളിവിടെ ജസ്റ്റ് ഫുൾ റോം ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. ഓക്കെ, രണ്ടാമത് നമുക്ക് ചെയ്യേണ്ടത് ഏത് വേർഷനിലേക്കാണ് നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഡൗൺഗ്രേഡ് ഉണ്ട് പോക്കോ X3 Pro ബേസ് വേർഷനായ 12.0.4 ആണ്. അതിലേക്ക് ഞാൻ ഡൗൺഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൽ തന്നെ എൻ്റെ പോക്കോ X3 Pro 12.0.4 സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഞാൻ അടുത്ത പേജ് പോയി, മൂന്നാമത്തെ പേജ് പോയി, നാലാമത്തെ പേജ് പോയി. നാലാമത്തെ പേജിൻ്റെ ഉള്ളിൽ എനിക്ക് ഇവിടെ MIUI നോക്കുമ്പോൾ MIUI 12.0.4 കണ്ടോ, 12.0.4. അതിൽ പോക്കോ X3 Pro ഇന്ത്യ സ്റ്റേബിൾ റിക്കവറി 12.0.4.0 ആ വേർഷൻ കണ്ടോ, ആ വേർഷൻ. അതിന് ആൻഡ്രോയിഡ് വേർഷനും 11 തന്നെ ആയിരിക്കുന്നത്. കാണുന്നത് 2.8 GB. നമ്മൾ ഇവിടെയും ഡൗൺലോഡ് ചെയ്യുന്നത് റിക്കവറി വേർഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് ഒരിക്കലും നമ്മൾ ഫാസ്റ്റ് ബൂട്ട് എടുക്കരുത്, റിക്കവറി മാത്രം എടുക്കുക. എങ്ങനെ നമ്മൾ എടുത്തിട്ട് 2.8 GB അത് ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം.
ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നേരെ ഇവിടെ ചോദിക്കും ഫുൾ റോം റിക്കവറി ഫുൾ റോം വേണോ ഫാസ്റ്റ് ബൂട്ട് ഫുൾ റോം വേണോ. നമ്മളിവിടെ ഈ ഫുൾ റോം അതായത് റിക്കവറി ഫുൾ റോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 2 ഫയൽസും ഡൗൺലോഡ് ആവും. അപ്പോൾ ടോട്ടൽ ഒരു 6 GB അടുത്ത് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കണം കയ്യിൽ. അപ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ടത് നമ്മുടെ ഇപ്പോൾ ഉള്ള വേർഷനും അതേപോലെ തന്നെ എവിടേക്കാണ് ഡൗൺഗ്രേഡ് ചെയ്യേണ്ടത് ആ വേർഷനും നമ്മൾ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ 12.5.6 ആണ്, കണ്ടില്ലേ. ഈ വേർഷൻ ഞാൻ എടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് ഇവിടെ ഞാൻ ഈ വേർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വേർഷൻ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ നമ്മുടെ കാണുന്ന ഇതിൽ ഒരു 6-7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. 1 2 3. ഞാൻ ഓൾറെഡി അഡീഷണൽ അപ്ഡേറ്റ് ഫീച്ചർ ഓൺ ആണ്. അപ്പോൾ ഞാൻ ഓൺ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓൺ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 6-7 പ്രാവശ്യം വരുമ്പോൾ ഓൺ ആയി വരും. എന്നിട്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ പറയുന്നത് ഡൗൺലോഡ് ലേറ്റസ്റ്റ് പാക്കേജ്, ചൂസ് അപ്ഡേറ്റ് പാക്കേജ് സെറ്റിങ്സ് കണ്ടോ, റീബൂട്ട്, ഇതൊന്നും നമ്മൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണ്ടത് ചൂസ് അപ്ഡേറ്റ് പാക്കേജ്. ഈ പാക്കേജ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് ഞാൻ ഒരു സ്ഥലത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അതായത് POCO X3 PRO എന്ന് പറയുന്ന സ്ഥലത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും 2 ഫയൽസ് ഉണ്ട്. ഒന്ന് MIUI, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത കണ്ടോ MIUI വേർഷൻസ്, ഈ 2 എണ്ണം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ വേർഷനായ 12.5.6 എന്ന് പറഞ്ഞ വേർഷൻ കാണാം. അതുപോലെ തന്നെ 12.0.4 എന്ന് പറഞ്ഞ 2 വേർഷൻസ് കാണാം. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഒരിക്കലും ഈ 12.0.4 ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ പറയും നിങ്ങൾക്കൊരിക്കലും ഡൗൺഗ്രേഡ് ചെയ്യാൻ, അതായത് ബാക്കിലോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയും. നോക്കിക്കോളൂ, ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, കണ്ടോ, കാണ്ട് വെരിഫൈ അപ്ഡേറ്റ് സോറി ഫ്ലാഷ് ഓൾഡർ വേർഷൻ ഈസ് നോട്ട് അലൗഡ്. അങ്ങനെ കണ്ടില്ലേ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ബാക്കിലോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ സമയത്താണ് നമ്മളൊരു വെറൈറ്റി ട്രിക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ സ്ഥലത്ത്, അതായത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒന്നുകൂടിയും ഇത് ക്ലിക്ക് ചെയ്ത് ചൂസ് അപ്ഡേറ്റ് പാക്കേജ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത പുതിയ വേർഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന വേർഷൻ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവരിങ്ങനെ റിട്രീവ് ചെയ്തിട്ട് പറയും ജസ്റ്റ് യെസ് ഓർ നോ കൊടുക്കാൻ പറയും. അതായത് പാക്കേജ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യണോ ചെയ്യേണ്ടയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇപ്പോൾ കാണും. ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് എ സെക്കൻഡ്. നമ്മളിവിടെ എടുത്തിട്ട് നമ്മൾ POCO X3 PRO അതിൽ പുതിയ വേർഷനായ 12.5 നമ്മൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഡൺ കൊടുക്കുക. ഇങ്ങനെ വന്നു. അപ്പോൾ യുവർ ഡിവൈസ് വിൽ റീബൂട്ട് ഓട്ടോമാറ്റിക്കലി ടു അപ്ഡേറ്റ് ടു MIUI വേർഷൻ, ഈ വേർഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റീബൂട്ട് ആൻഡ് അപ്ഡേറ്റ് എന്ന വേർഷൻ ബട്ടൺ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫയൽ മാനേജറിൽ പോവുക. നമ്മൾ എവിടെയാണോ ഇത് സേവ് ചെയ്തിരിക്കുന്നത് POCO X3 PRO കണ്ടില്ലേ, നമ്മൾ ഇതിലേക്ക് നേരെ തിരിച്ചു വരിക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന MIUI 12.0.4 എന്ന് പറഞ്ഞ ഫയലിലേക്ക് നമ്മൾ ഈ കാണുന്ന MIUI 12.5.6 എന്ന് പറഞ്ഞ ഫയലിൻ്റെ പേര് റീനെയിം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കാണുന്ന എൻ്റെ 12.5.6 എന്ന് പറഞ്ഞത് ജസ്റ്റ് മോർ എടുത്ത് റീനെയിം കൊടുക്കുകയാണ്. റീനെയിം ഞാൻ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതുമേ റീനെയിം കൊടുക്കാം. റീനെയിം അതിൽ നമ്മൾ ഈ ജസ്റ്റ് ഈ ഫയൽസ് സിപ്പടക്കം നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, കാരണം 2 ഫയൽസ് ഒരിക്കലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഞാൻ അതിനെ ഒന്നാക്കി കൊടുത്തു. എന്നിട്ട് മസ്റ്റ് എൻ്റർ നെയിം ഡോട്ട് സിപ്പ് എന്ന് കൊടുത്തു. ഇങ്ങനെ ഒരു ഇത് കൊടുത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ വേർഷനിലേക്ക് ഞാൻ പോയിട്ട് നേരെ റീനെയിം ചെയ്തിട്ട് ഇതിൽ ഞാൻ ആദ്യം ആഡ് ചെയ്തിരിക്കുന്ന വേർഷനായിട്ടുള്ള 12 ഇത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ കാണുന്ന സിപ്പ് എന്ന ഫയൽ റീനെയിം ചെയ്ത് ബാക്ക് എടുത്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇപ്പോൾ കാണുന്ന 12.0.4 വേർഷൻ നമ്മളിപ്പോൾ 12.5.6 എന്ന് റീനെയിം ചെയ്തു. കണ്ടോ, നിങ്ങൾ കാണാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ബാക്ക് പോവുക. എന്നിട്ട് നമ്മുടെ അപ്ഡേറ്റിലേക്ക് പോവുക. എന്നിട്ട് ഈ കാണുന്ന റീബൂട്ട് ആൻഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, ഇത് ഡിക്രിപ്റ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കും. നമ്മുടെ ഫയൽ ഡിക്രിപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ MIUI വേർഷൻ ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 65, 67, 67 അങ്ങനെ 7% ഒക്കെ ആയി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ നേരത്തെ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനോ റീസ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും പാടില്ല. നിങ്ങൾ മാക്സിമം ഈ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ മാക്സിമം ഫുൾ ചാർജ് ആക്കുക, അല്ലെങ്കിൽ മിനിമം 50% ചാർജ് ഉണ്ടാക്കിയിട്ട് വേണം ഇതിനിരിക്കാൻ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ബാറ്ററി കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഡിവൈസ് ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടുന്ന് ഒരു ഫയൽ എടുത്ത് റൂം എടുത്ത് കളയും ചെയ്തു ഒരെണ്ണം ഫുൾ ഫ്ലാഷ് ആക്കാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ പിന്നെ ഓൺ ആവില്ല. ഇപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതാ ഓട്ടോമാറ്റിക്കലി പോക്കോ എന്ന് പറഞ്ഞിട്ട് പുതിയ വേർഷൻ്റെ സിമ്പൊക്കെ കാണിച്ചിട്ട് ഓണായി വരുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വൈപ്പ് ഡാറ്റ അടിക്കുക, വൈപ്പ് ഓൾ ഡാറ്റ അടിക്കുക, കൺഫേം അടിക്കുക, അടിച്ചു. ഇനി റീബൂട്ട് അടിക്കുക, റീബൂട്ട് ടു സിസ്റ്റം അടിക്കുക. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വോളിയം അപ്പ് ബട്ടൺ മുകളിലോട്ടും വോളിയം ഡൗൺ ബട്ടൺ താഴോട്ടും പിന്നെ പവർ ബട്ടൺ ഓക്കെ അടിക്കാനാണ്. നമ്മളിപ്പോൾ അവിടെ കണ്ടതിൽ നമ്മളിപ്പോൾ കാണുന്നതിൽ നമ്മൾ വൈപ്പ് ഓൾ ഡാറ്റ അടിക്കുക, അതുപോലെ തന്നെ എല്ലാ ഡാറ്റയും വൈപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മൾ വീണ്ടും റീബൂട്ട് സിസ്റ്റം അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വേർഷൻ 12.0.4 ഡൗൺഗ്രേഡ് ആയിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ ഓൾഡ് പാസ്വേഡ് അടിച്ചു. അതായത് നിങ്ങൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കുമല്ലോ, ആ ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. കീപ്പ് ആക്സെപ്റ്റ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആ പുതിയ അപ്ഡേഷൻസ് ആർ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഇതൊന്ന് പോയി അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. അപ്ഡേറ്റ് നിങ്ങളിപ്പോൾ ചെയ്ത പണിയൊക്കെ വെറുതെ ഇരിക്കും. ജസ്റ്റ് കാണാം, ഇവിടെ സോഫ്റ്റ്വെയർ അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം നിങ്ങളുടെ ഡിവൈസ് ഇരിക്കുന്നു 12.0.4 സക്സസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ MIUIയിൽ പോയി കഴിഞ്ഞാൽ നോ, അതുപോലെ തന്നെ ഈ അപ്ഡേഷൻസ് ഒന്നും ആക്കാതിരിക്കുക. സെറ്റിങ്സിൽ പോവുക, ഇവിടെ കാണുന്ന ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി ഇല്ലേ ഇതൊക്കെ ഓഫ് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ഓട്ടോമാറ്റിക്കലി ഈ കാണുന്ന എല്ലാം ഓഫ് ചെയ്തേക്കുക. ഡൗൺലോഡ് യൂസിങ് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുക. ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി വൈഫൈ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവും. ഇനി ഇതൊക്കെ ഓഫ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് ടു ന്യൂവർ വേർഷനിലേക്ക് പോകാതിരിക്കാൻ ഇതാവുള്ളൂ. ഇപ്പോൾ ഇതിൽ കാണുന്ന കുറേ എണ്ണം ഡൗൺലോഡ് ആവുന്നുണ്ട്. ജസ്റ്റ് അതൊക്കെ ആവട്ടെ എന്ന് കരുതാം. ഓക്കെ, ഇപ്പോൾ അത് ഇതാവുന്നില്ല. ജസ്റ്റ് ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് ഇതാവണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 12.0.4. ഞാനിപ്പോൾ 12.5.6 നിന്ന് 12.0.4 ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഫോൺ സ്റ്റേബിൾ ആയിരിക്കും. എനിക്ക് ബ്രിക്കിങ്ങിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൺ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.